നമ്മളെ വീട്ടിൽ കുറച്ച് പച്ചക്കറി ഉണ്ടാക്കി നോക്കിയാലോ എന്ന് ഒരു തീരുമാനം ഉണ്ടായിരുന്നു. അങ്ങനെ ഏതായാലും ചുമ്മാ വീട്ടിലിരിക്കില്ലെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് വെണ്ടയും തക്കാളിയും പയറും ഒക്കെ വാങ്ങിയിട്ട് നട്ടു നോക്കി. അപ്പോൾ നമ്മൾ വിചാരിച്ചേക്കാൻ നല്ല രീതിയിൽ ഇത് വളർന്നു വന്നിട്ടുണ്ട്. കാരണം നമ്മൾ ഈ പൂച്ചെടികളൊക്കെ വളർത്തുന്നതിനേക്കാൾ നല്ലത് എനിക്ക് തോന്നണം കുറച്ചും കൂടെ ബെറ്റർ നമ്മൾ എന്തെങ്കിലും പച്ചക്കറി വീട്ടിൽ നട്ട് വളർത്തുക എന്നുള്ളതാണ്. കാരണം ഇത് കണ്ടോ, വെണ്ട കൃഷി ഞാൻ ചുമ്മാ ഇരിക്കുമ്പോൾ വെറുതെ ഒന്ന് നട്ടു നോക്കിയാണ്. നന്നായിട്ട് വെണ്ടയ്ക്ക കായ്ച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ കഷ്ടപ്പെട്ടിട്ട് നമ്മൾ ചെറിയ രീതിക്കാണെങ്കിലും ഒരു കൃഷി സംരംഭം തുടങ്ങുമ്പോൾ നമുക്ക് അതിൽ വിളവെടുക്കുമ്പോൾ ഭയങ്കര ഒരു രസം. അതേമാതിരി തന്നെ ഇത് വീട്ടിൽ ഇത് ഞാൻ ഉണ്ടാക്കിയല്ലോ കേട്ടോ. അത് ജസ്റ്റ് തണ്ണിമത്തൻ തിരൂരിൽ നിന്ന് വാങ്ങിയപ്പോൾ ഇവിടെ കൊടുന്ന് വിത്തിട്ട് നമ്മൾ കഴിച്ചിട്ട് ഇട്ടപ്പോൾ ഉണ്ടായി വന്നതാണ്. അതുകൊണ്ട് വെണ്ടയ്ക്കൊക്കെ നമ്മൾ വിളവെടുക്കുമ്പോൾ എന്ത് രസമാണല്ലേ. നമ്മൾ സ്വന്തമായിട്ട് കൃഷി ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്നൊരു വെണ്ടയും അതേമാതിരി അതിന് വിളവെടുക്കുന്ന സമയത്തുണ്ടാകും നമുക്കൊരു സന്തോഷം. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇത് ഞാൻ കുറച്ച് ടെറസിലും നട്ടായിരുന്നു വെണ്ട. അപ്പോൾ അതിൻ്റെ അതിലൊരു 5-8 നമ്മൾ കായ്ച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വിളവെടുപ്പാണ്. മേലെ ടെറസിൽ ഞാൻ വെറുതെ നമ്മളെ പ്ലാസ്റ്റിക് കവറിൽ ജസ്റ്റ് വെറുതെ നട്ടിട്ട് ഓരോന്ന് നട്ട് നോക്കിയായിരുന്നു. അപ്പോൾ ചുമ്മാ നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നട്ടുണ്ടാക്കിയാൽ നമുക്ക് തന്നെ അത് ഭാവിയിലേക്ക് ഉപകാരമാവും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ തന്നെ ഇപ്പോൾ ടെറസിലുണ്ടാക്കിയ ഈ വെണ്ട കൃഷി. അതേപോലെ തന്നെ പയറും ഞാൻ നട്ടിട്ടുണ്ട്. നമ്മളെ ടെറസിൽ തന്നെ പയറിൻ്റെ ഒരു 2-3 പയർ ഞങ്ങൾ കുറേ ഇട്ടിരുന്നു. പക്ഷേ ഉണ്ടായതാകെ കുറച്ചേ ഉള്ളൂ. കണ്ടോ, വള്ളിയായിട്ടുണ്ട്. ഇനി ഇതിൽ പയറൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. 1-2 എവിടെ ഇവിടെയൊക്കെ പൂവിട്ടിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്ക് നല്ല വളവും കൊടുക്കണം ഇതിന്. കാരണം നമ്മൾ ഈ നട്ട് ഉണ്ടാക്കുന്നതിന് നല്ല ജൈവവളം തന്നെ കൊടുക്കണം. നല്ല ജൈവവളം കൊടുത്താൽ നമുക്ക് നല്ല വിളവ് ഈ പയർ തന്നെ തരും. ഇനി നമുക്ക് അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ച കാണിച്ചിട്ട് നമ്മളെ വിഷു അടുത്തില്ലേ. വിഷു ആയപ്പോൾ കണ്ടോ കാണിക്കുന്ന നമ്മളെ ടെറസിൻ്റെ മേലെ, അത് അപ്പുറത്തെ വീട്ടിലത്തേണ്, പക്ഷേ നമ്മളെ വീട്ടിലേക്കാണ് ഇത് പൂത്ത് നിൽക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല ഒരുപാടുണ്ടായിട്ടുണ്ട്. ആദ്യം കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. കണ്ടോ, ഇത് നമ്മൾ വിളവെടുത്ത എനിക്ക് കിട്ടിയ ഒരു 8-10 ഉണ്ടായിരിക്കും വേണ്ട. എന്തായാലും നമുക്കൊരു സന്തോഷമാണല്ലേ. നമ്മൾ തന്നെ നട്ടിട്ട് നമുക്ക് അതിന് വിളവ് കിട്ടുമ്പോഴുള്ളൊരു സന്തോഷം അത് എത്രയായാലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക വീട്ടിൽ വെറുതെ ഇരിക്കുന്നവർ.